Hello, hello, happy Sunday to all. Welcome back to Shahnaz in Wonderland. ഇന്നലത്തെ സ്റ്റോറി എല്ലാവർക്കും ബോർഡിംഗ് ഡേയ്സ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിൻ്റെ കണ്ടിന്യൂഷൻ ഇന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ച് അധികം നീണ്ടു പോകണ്ടെന്ന് വിചാരിച്ച് ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. അപ്പോൾ ഞാൻ ഇന്ന് സൺഡേൻ്റെ കാര്യം തന്നെ പറയാമെന്ന് വിചാരിച്ച്. സൺഡേസ് നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിരുന്നു ബോർഡിങ്ങിൽ. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ടോപ്സ് ഇടാം, കളർഫുൾ ടോപ്സ് ഇടാം. അപ്പം നമ്മൾ നല്ല എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ഉണ്ടായിരുന്നു യെല്ലോ. ആ ടോപ്പ് സ്കേർട്ട് ഉണ്ടാവും, ഷൂസും സോക്സും നിർബന്ധമായിരുന്നു. അത് ഫുൾ 9th 10th അങ്ങനെ തന്നെ ബോർഡിങ്ങിൽ അങ്ങനെയായിരുന്നു. നൈറ്റിൽ മാത്രം നൈറ്റ് ഡ്രസ്സ് മാറ്റും. രാവിലെ തുടങ്ങി അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം, അങ്ങനെയാണ്. അപ്പോൾ നൈറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് നമുക്ക് സ്റ്റഡി ടൈം ഉണ്ടാവും. എല്ലാത്ത ദിവസവും എല്ലാ ഡേയ്സിനും എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിന്നർ കഴിഞ്ഞിട്ട് ഒരു സ്റ്റഡി ടൈമുണ്ട്, 1 hour സ്റ്റഡി ടൈമുണ്ട്. പക്ഷേ സൺഡേസ് ആ സ്റ്റഡി ടൈമില്ല. ഡിന്നറിൻ്റെ ശേഷം നമുക്ക് ഫ്രീ ടൈമാണ്. ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അത് ഒരു രസമുള്ള ഇതാണ്. പിന്നെ ഡിന്നർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ഹാൾ ഭയങ്കര രസമുള്ള ഡൈനിങ് ഹാളായിരുന്നു. അവിടുത്തെ കുറച്ച് സ്റ്റുഡൻസേ ഉള്ളൂ ബോർഡിങ്ങിൽ, കുറേയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു മാക്സിമം 100 ഉണ്ടാവുള്ളൂ. ഇത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കും തീരെ ചെറിയ കുട്ടികളുണ്ട്, അവരുടെ പേരൻസ് എവിടെ വർക്ക് ചെയ്യുന്നൊക്കെ ആയിരിക്കും, പുറത്ത് വർക്ക് ചെയ്യുന്ന കുട്ടികളൊക്കെ ആയിരിക്കും. അപ്പോൾ ഓരോരോ ക്ലാസ്സിന് ഓരോ റോ ആണ്. അവിടെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ സിസ്റ്റം എന്താ വെച്ചാൽ കൈ കൊണ്ട് കഴിക്കുന്നതല്ല. ഞാൻ ഇംഗ്ലീഷ് സ്റ്റോറി ബുക്സ് വായിച്ച് ശരിക്കും ഒരു പകുതി പരിഷ്കാരി ആയിരുന്നു. അവിടെ പോയിട്ട് ഫോർക്കും സ്പൂണും കൊണ്ട് തന്നെ കഴിച്ചിട്ട് ഒരു ഫുള്ളി പരിഷ്കാരിയായി എന്ന് പറയാം. അപ്പോൾ അവിടെ ഫോർക്കും സ്പൂണും നാപ്കിനും ഒക്കെയാണ്, ഇംഗ്ലീഷ് സ്റ്റൈലാണ് അങ്ങനെ. അപ്പോൾ ഡിന്നർ കഴിഞ്ഞാൽ സൺഡേസ് എന്ന് പറഞ്ഞാൽ ഡിന്നർ കഴിഞ്ഞാൽ നമുക്ക് നല്ല റിലാക്സ്ഡ് റിക്രിയേഷൻ ടൈമാണ്. ആ സമയത്ത് നമ്മൾ എല്ലാവരും കൂടി എന്താ ചെയ്യുക, ഏറ്റവും 9th 10th സ്റ്റാൻഡേർഡിൽ ബോയ്സിൻ്റെ കാര്യം എനിക്ക് അറിയില്ല, ഗേൾസിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഫേവറേറ്റ് ടോപ്പിക്സ് ഗോസ്റ്റ്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഗോസ്റ്റ് സ്റ്റോറീസ്. പിന്നെ വേറെ സ്റ്റോറീസ് അറിയാമല്ലോ, ക്യൂരിയോസിറ്റി ഉള്ള സ്റ്റോറീസ് ഉണ്ടല്ലോ. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ വായ പൊളിച്ചെല്ലാം കേട്ടിരിക്കും. ബടായി ആയിരിക്കും, പറയുന്നതൊക്കെ വായ പൊളിച്ചിട്ട് ഇങ്ങനെ കേൾക്കും. അതല്ലാണ്ട് പിന്നെന്താ 2 months ഒക്കെ കൂടുമ്പോൾ നമുക്കൊരു അവിടെ നല്ലൊരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ രാത്രി മൂവി കാണിക്കും. അപ്പോൾ മൂവി അങ്കിൾ ചിലപ്പോൾ വീക്കിലി ഏതെങ്കിലും സമയത്ത് വരുന്ന കണ്ട, സ്കൂൾ ഓഫീസിലേക്ക് പോകുന്ന കണ്ടാൽ നമ്മളെല്ലാവരും ഓടും, അങ്കിൾ പ്ലീസ് ബ്രിങ് പിന്നെ അമിതാഭ് ബച്ചൻ കാ മൂവി ലൈക പ്ലീസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ കൊണ്ടുവരലുണ്ട്. അമിതാഭ് ബച്ചൻ്റെ മൂവീസ് കുറേ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ രാത്രി ഡിന്നർ ടൈം ആകുമ്പോൾ നമ്മളെ വാർഡനുണ്ട്, ഒരു ഗോവൻ സിസ്റ്ററായിരുന്നു, സിസ്റ്റർ മറിയ വന്നിട്ട് നമ്മൾ ഡിന്നർ ഫിനിഷ് ചെയ്യാനാകുമ്പോൾ സിസ്റ്റർ മറിയ വരുമ്പോൾ തന്നെ നമുക്ക് തോന്നും എന്തോന്നാണ്. സിസ്റ്റർ ഇങ്ങനെ മെല്ലെ പറയും, എന്താ പറയുക, ഓക്കെ ചിൽഡ്രൻ, നോ ഷൗട്ടിങ്, നോ സ്ക്രീമിങ്, ഫോം എ ലൈൻ ആൻഡ് ഗോ ടു എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും തുടങ്ങും സ്ക്രീമിങ്, ഷൗട്ടിങ്. എന്നുവെച്ചാൽ മൂവി ടൈമാണെന്ന് മനസ്സിലായി. അത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ആ മൂവി കാണാൻ വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിൽ പോകും. പ്രൊജക്ടർ കൊണ്ടുവന്നിട്ടാണ് മൂവീസ്. അത് ചിലപ്പോൾ പ്രൊജക്ടർ നിന്ന് പോകും, എന്നാലും ഭയങ്കര രസമാണ്. ആ പ്രൊജക്ടർ നിന്ന് പോകുമ്പോൾ ഒരു നെഞ്ഞ് വേദന പോലെ, എന്ന് വെച്ചാൽ ഇനി ബാക്കി കാണണ്ടേ എന്ന് പറഞ്ഞാൽ ആ ഒരു രസം, ആ മൂവീൻ്റെ ക്രേസ് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അപ്പോൾ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ്. ബാക്കി ഇനി ബോർഡിംഗ് സ്റ്റോറീസ് പിന്നെ ഒരിക്കലും പറയാം. എൻജോയ് എ സൺഡേ. ഹാവ് എ ലവ്ലി ഡേ. ബൈ. ടേക്ക് കെയർ.